നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ അസാധാരണമായ അധ്യായങ്ങൾക്ക് തുടക്കമാകുകയാണോ? ഒരു പ്രതിപക്ഷ നേതാവ് ഇന്നുവരെ വി.ഡി. സതീശൻ ഇന്ന് നൽകിയ പോലെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. വെല്ലുവിളി എന്ന് പറയാൻ പോലും വി.ഡി. സതീശൻ മടിച്ചതുമില്ല. CPM-നെയും BJP-യെയും ഒരുപോലെ ഉന്നമിട്ടു എന്നതും വ്യത്യസ്തതയായി. കേരളം ഞെട്ടുമെന്നാണ് CPM-നെ ലാക്കാക്കിയുള്ള മുന്നറിയിപ്പ്. കന്റോൺമെന്റ് ഹൌസിലേക്ക് പ്രകടനം നയിച്ച കാളയെ BJP ഓഫീസിന്റെ മുറ്റത്ത് കെട്ടണമെന്നും അടുത്ത ദിവസം രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് BJP പ്രവർത്തകരെ കൊണ്ട് അതേ കാള മാർച്ച് നടത്തിക്കുമെന്നും BJP-ക്കും വെല്ലുവിളി. രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യായം അടച്ചെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് അങ്ങനെ പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുകയാണോ? തന്നെ ഉന്നം വെച്ച് നടക്കുന്ന തുടരാക്രമണത്തെ തടയിടാൻ സതീശന്റെ ആവനാഴിയിൽ എന്തൊക്കെയുണ്ട്? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. പ്രതിപക്ഷം പ്രത്യാക്രമണത്തിനോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും നിതിൻ കണിച്ചേരി, കോൺഗ്രസ് സഹയാത്രികൻ ശ്രീകുമാർ മനയിൽ എന്നിവർ തത്സമയം സ്പെഷ്യൽ എഡിഷനിൽ അതിഥികളായി പങ്കുചേർന്നു. അല്പസമയത്തിനകം രാഷ്ട്രീയ നിരീക്ഷകൻ ദാമോദർ പ്രസാദും ഈ ചർച്ചയുടെ ഭാഗമാകും. ആദ്യം ശ്രീ നിതിൻ കണിച്ചേരി, അസാധാരണമായൊരു മുന്നറിയിപ്പും വെല്ലുവിളിയെങ്കിൽ വെല്ലുവിളി എന്ന് തന്നെ പറഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുമാണ് ഇന്നിപ്പോൾ വി.ഡി. സതീശൻ ഈ BJP-യെയും CPM-നെയും ലാക്കാക്കിക്കൊണ്ട് പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതിൽ CPM-നെ പറ്റിയുള്ള വെല്ലുവിളിയെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഇല്ല, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ പഴയ ഒരു സിനിമയിൽ പറയുന്നത് പോലെ തേങ്ങ ഇപ്പോൾ ഉടയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അദ്ദേഹം അങ്ങനെയൊക്കെ മുന്നറിയിപ്പ് കൊടുക്കുന്നത്? കയ്യിൽ നല്ല തേങ്ങയോ ബോംബോ ഉണ്ടെങ്കിൽ അങ്ങ് എറിഞ്ഞ് പൊട്ടിക്കാലോ. ആ ബോംബ് കയ്യിലിരുന്ന് പൊട്ടാതെ പ്രതിപക്ഷ നേതാവ് നോക്കുന്നതായിരിക്കും നല്ലത്. കേരളത്തിൽ ഇതിനു മുമ്പും ഇത്തരം ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ് വി.ഡി. സതീശൻ എന്ന് നമുക്കറിയാം. അതിൻ്റെ എല്ലാം അനന്തര ഫലങ്ങൾ എന്തായിരുന്നു എന്നും കേരളീയ സമൂഹം കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ കോൺഗ്രസ് എത്തി നിൽക്കുന്ന അധപ്പതനത്തിൻ്റെ കാഴ്ചയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലുമെല്ലാം ചർച്ചയായി വരുന്നത്. അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുള്ള എത്രയോ ആരോപണങ്ങൾ ഈ കേരളത്തിൻ്റെ മുമ്പിലുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ എത്രയോ ആരോപണങ്ങൾ, ആ ആരോപണങ്ങളെല്ലാം എവിടെ പോയി? അതെല്ലാം രാഷ്ട്രീയ ആരോപണങ്ങളായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം പ്രതികരിച്ചതിന്റെ സ്വഭാവം കണ്ടിട്ട് എന്താണോ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എത്തിപ്പെട്ട പ്രതിസന്ധി, അതിലേക്ക് ആരൊക്കെ വഴിവെച്ചു, ഇപ്പോൾ അത് അദ്ദേഹത്തിലേക്ക് തന്നെ തിരിക്കുന്നു CPM. ആ ഘട്ടത്തിലാണ് CPM-നോട് സമാനമായൊരു വെല്ലുവിളി തിരികെ നടത്തുന്നത്. അത് ഇതുവരെ വന്ന രാഷ്ട്രീയ ആരോപണങ്ങളുടെ സ്വഭാവത്തിലുള്ളതല്ലല്ലോ നിതിൻ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു MLA-ക്കെതിരായി വന്നിട്ടുള്ള ആരോപണം രാഷ്ട്രീയമായി ആരെങ്കിലും കെട്ടിച്ചമച്ചതാണോ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായി ഉയർന്നു വന്നൊരു ആരോപണമാണോ? അങ്ങനെയല്ല. കേരളത്തിനകത്ത് ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രൂപത്തിലുള്ള വാർത്തകളല്ലേ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ MLA-യെ സംരക്ഷിക്കാനുള്ള വെമ്പലല്ലേ അദ്ദേഹം കൊള്ളുന്നത്. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനവും അദ്ദേഹം പത്രക്കാരെ നേരിട്ട രീതിയും അദ്ദേഹം വിരൽ ചൂണ്ടി നടത്തിയിട്ടുള്ള അംഗവിക്ഷേപങ്ങളും അതിനെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമെല്ലാം നോക്കിയാൽ ഇന്നലെ വരെ കണ്ട പ്രതിപക്ഷ നേതാവല്ലല്ലോ. അപ്പോൾ ഭയപ്പെടുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അങ്ങനെ ഉടയ്ക്കാൻ പറ്റിയ ബോംബോ പൊട്ടിക്കാൻ പറ്റിയ ബോംബോ ഉണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കരുതി വയ്ക്കുന്നത്? എന്തിനാ? കേരളീയ സമൂഹത്തെ ഞെട്ടിക്കാൻ പോകുന്ന എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ ആ വിവരം അദ്ദേഹം പുറത്തുവിടുകയല്ലേ വേണ്ടത്. ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ നേതാവാണ്, പ്രതിപക്ഷ നേതാവാണ് എങ്കിൽ ഇങ്ങനെ അല്ല അദ്ദേഹം പ്രതികരിക്കേണ്ടത്. എന്താണോ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വിവരം എന്താണോ കേരളീയ സമൂഹം അത്ര ഞെട്ടലോടുകൂടി കേൾക്കാൻ അല്ലെങ്കിൽ കേൾക്കേണ്ടി വരുന്ന വാർത്ത എന്താണോ ആ വാർത്ത അദ്ദേഹം പുറത്തുവിടുകയില്ല. അതല്ലൊരു ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടത്. പകരം ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത് ഞാൻ സതീശന് വാദിക്കുകയല്ല, സതീശന്റെ വാക്കുകളിൽ നിന്നത് വ്യക്തമാണ്. കാരണം അടുത്ത തിരഞ്ഞെടുപ്പിലേക്കുള്ള അത്രയും കാലതാമസം പോലും അതിനുണ്ടാകില്ല എന്നാണ്. നിതിന്റെ ശബ്ദം എന്ന് പറയുന്നത് ഇതിന് അങ്ങോട്ട് പറയുന്നൊന്നും കേൾക്കാൻ വയ്യ, സാങ്കേതിക പ്രശ്നം പരിഹരിക്കണം. ശ്രീകുമാർ മനയിൽ, ഇവിടെ ഈ വി.ഡി. സതീശൻ പറയുന്ന ബോംബ് എന്തായിരിക്കാം? ഇപ്പോ CPM-ന്റെ പ്രതിനിധിയാണ് ഈ ചർച്ചയിലുള്ളത്. എന്താണ് വി.ഡി. സതീശന്റെ മനസ്സിലെന്നാണ് ലഭിക്കുന്ന സൂചന? അല്ല വേണു, അതെ, ഞാൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പരസ്പരമുള്ള ലൈംഗികാരോപണങ്ങളും ഇത്തരം ഈ എന്താ പറയുക
പുറത്തു വിടുന്ന തെളിവുകൾ ഇതെല്ലാം ഇങ്ങനെ കേരള രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ജീർണാവസ്ഥയിലേക്കാണ് കേരളത്തിൻ്റെ മൊത്തം രാഷ്ട്രീയത്തെ എത്തിക്കുള്ളൂ. കാരണം ഇവിടെ ലൈംഗികാരോപണങ്ങൾ മാത്രമാണ് ജനങ്ങളുടെ മുന്നിലുള്ള ഏക വിഷയം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചർച്ചകളൊക്കെ പോകുന്നത്. അത് കേരളീയ രാഷ്ട്രീയത്തിൻ്റെ ജീർണത തന്നെയാണെന്നുള്ള കാര്യത്തിൽ സാധാരണ ശരിയാണ് ഒരു വാദത്തിന് അംഗീകരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള കാര്യം അസാധാരണമായ ഒരു പ്രതികരണമാണ്. അങ്ങേക്കറിയാമല്ലോ, കേരള രാഷ്ട്രീയത്തിൽ അങ്ങേക്ക് സമാനമായ ഒരു അധ്യായം ചൂണ്ടിക്കാട്ടാൻ ഉണ്ടാകില്ല. അപ്പോൾ അതിൻ്റെ എല്ലാ അസാധാരണത്വത്തോടെയുമാണ് പരിശോധിക്കേണ്ടത്. അതിലുള്ള അങ്ങയുടെ വിലയിരുത്തൽ എന്താണ്? വേണു, അതെ, നമ്മൾ പറയാറുണ്ട് മുഖം നന്നാവത്തിന് കണ്ണാടി പൊട്ടിച്ചിട്ട് കാര്യമില്ലാന്ന്. CPM പോലെയോ BJP പോലെയോ ഉള്ളൊരു പാർട്ടിയല്ല കോൺഗ്രസ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. CPM-നെ ഞങ്ങളുടെ പാർട്ടിയിലൊരു ലൈംഗികാരോപണം ഞങ്ങളുടെ ഒരു നേതാവിനെതിരെ ഉണ്ടായി. അതുകൊണ്ട് അവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല, നിങ്ങളുടെ പാർട്ടിയിലുണ്ടാകും, അത് ഞങ്ങൾ വിടും. കാരണം ഈ ഞങ്ങളുടെ പാർട്ടിയിലുണ്ടായ ലൈംഗികാരോപണത്തെ നിങ്ങളുടെ പാർട്ടിയിലുണ്ടാകുന്ന ആരോപണം വെച്ച് ഞങ്ങൾ നേരിടുമെന്ന് പ്രഖ്യാപിക്കുന്നത് ഒരിക്കലും നല്ല കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സംസ്കാരമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉയർന്നു വരാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഖം നന്നാവാത്തതിന് കണ്ണാടി പൊട്ടിച്ചിട്ട് കാര്യമില്ല. കാരണം CPM നേതാക്കൾക്കെതിരെ ഉണ്ടാകുന്ന ആരോപണമോ BJP നേതാക്കൾക്കെതിരെ ഉണ്ടാകാൻ പോകുന്ന ആരോപണമോ ഒന്നുമല്ല ഇവിടെ വിഷയം. കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ പരാജയം ഈ വിഷയത്തിൽ അന്തർലീനമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് രാജിവെപ്പിക്കാൻ ഇവർക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. അതിലേക്ക് വരാം അതിലേക്ക് വരാം സർ. ഇതിലെ പ്രശ്നം ഇപ്പോൾ മുഖം നന്നാകാത്തതിന് കണ്ണാടിയെ കുറ്റം പറയുന്നു. ഇവിടെ ലൈംഗികാരോപണം ഉണ്ടാകുമ്പോൾ അവിടേക്കും ലൈംഗികാരോപണം ഉണ്ടാകുമെന്ന സൂചന നൽകി പ്രതികരിക്കുന്നു. അത് വേണ്ട എന്നാണോ അങ്ങ് പറയുന്നത്? ഇവിടെ അതുപോലെ തന്നെ അങ്ങ് മറുപടി പറയേണ്ട ഒരു കാര്യം നിതിൻ പറയുകയുണ്ടായി. ഒരു സെക്കൻഡ്, നിതിൻ ഇവിടെ പറയുകയുണ്ടായി, ഞങ്ങൾ ആരെങ്കിലുമാണോ ഇത് ഉന്നയിച്ചത്, ഇത് പൊതുസമൂഹത്തിലേക്ക് വരികയായിരുന്നില്ലേ എന്ന്. ഒരു വാദത്തിനത് ശരി തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് കരുതുന്നില്ലേ ഇതിന് പിന്നിൽ CPM-ന്റെ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇതിന്റെ പിന്നിൽ BJP കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന്? അവർ പ്രത്യക്ഷത്തിൽ വന്നിട്ടില്ല, പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് കോൺഗ്രസ് കരുതുന്നില്ലേ? എന്ന് മാത്രവുമല്ല, സതീശനടക്കമുള്ളവർക്ക് ഇത് നേരത്തെ തന്നെ ഇതിന്റെ സൂചനകൾ ലഭിച്ചിരുന്നു. ആ ഘട്ടങ്ങളിലെല്ലാം സതീശൻ അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങളോട് പറഞ്ഞതായി അറിയാൻ കഴിയുന്നത്, ഇതിൽ കൃത്യമായി പരാതിക്കാർ വരികയാണ് എങ്കിൽ ആ പരാതി പറയുന്ന പെൺകുട്ടികൾക്കൊപ്പം സ്ത്രീകൾക്കൊപ്പം പാർട്ടി നിൽക്കുമെന്ന് തന്നെ അടിയുറച്ച നിലപാട് അദ്ദേഹം എടുത്തു എന്നുമാണ്. അപ്പോൾ ഏതൊക്കെ കേന്ദ്രങ്ങൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചു, അത് ഏത് സ്വഭാവത്തിൽ വരും? ഇതുമായി ബന്ധപ്പെട്ട മുന്നറിവുകൾ കോൺഗ്രസിനും ഉണ്ടായിരുന്നില്ലേ? വേണു, ഇതുമായി ബന്ധപ്പെട്ട ഈ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമെന്നുള്ളത് ഏതാണ്ട് 1.5 വർഷമായിട്ട് ഈ പാർട്ടിക്കുള്ളിൽ ഒരു ചർച്ചയായിരുന്നു. എല്ലാ നേതാക്കളും ഏറെക്കുറെ എല്ലാ നേതാക്കൾക്കും അറിയായിരുന്നു. എനിക്കും എൻ്റെ ഹിയർസേ ആയിട്ടും അത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടൊക്കെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ പരിഹരിച്ചു പോകാനുള്ള നേതൃനിരയുണ്ടായിരുന്നു. ഇപ്പോൾ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു കാര്യങ്ങൾ പരിഹരിക്കാനും സ്വന്തം മണികളുടെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാക്കളില്ല എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം. നമ്മൾ ഈ പറയുന്ന പോലെ CPM-ൻ്റെയോ BJP-യുടെ നേതാക്കൾ നേരിടുന്ന ലൈംഗികാരോപണമല്ല ഇവിടെ പ്രശ്നം, മറിച്ച് കോൺഗ്രസിൻ്റെ നേതൃനിരയുടെ ദൗർബല്യമാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം ഇത്രയേറെ വഷളാകാൻ കാരണം. ഇത്തരം പരാതികൾ വരുമ്പോൾ ഇതപ്പോൾ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം മുമ്പൊക്കെ ഈ കോൺഗ്രസ് പാർട്ടിയിലുണ്ടായിരുന്നു. കരുത്തരായ നേതാക്കൾ അത് ഇടപെട്ടിട്ട് പരാതിക്കാരെയും വിളിച്ച് അല്ലെങ്കിൽ ഇന്ന ഇരകൾ എന്ന് പറയുന്നവരെയും വിളിച്ചിട്ട് ഇനി ഇത് മേലെ ഉണ്ടാകാൻ പാടില്ല, സംഭവിക്കില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം എന്നുള്ള ഉറപ്പ് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന നേതൃത്വം പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു നേതൃത്വം ഇല്ലാതെ പോയതാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം. കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിമർശനം ശരി, അങ്ങയുടെ ആ കാഴ്ചപ്പാട് ശരി. പക്ഷേ നമ്മുടെ മുന്നിലുള്ളതൊരു രാഷ്ട്രീയ സന്ദർഭമാണ് അല്ലേ? ആ രാഷ്ട്രീയ സന്ദർഭത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിൽ നിർത്തിയിരിക്കുന്ന ഒരു വിഷയം വന്നിരിക്കുന്നു. അതിനെ പ്രത്യാക്രമണം എന്ന സ്വഭാവത്തിലേക്ക് ഇന്നു മുതൽ കോൺഗ്രസ് മാറ്റുകയാണ്. അതിൻ്റെ പ്രതികരണമാണ് ഇന്ന് സതീശനിൽ നിന്നുണ്ടായത്. അത് എതിർ ക്യാമ്പുകളെ ഒരു തരത്തിലും ആശങ്കപ്പെടുത്തുന്നില്ല എന്നങ്ങ് കരുതുന്നുണ്ടോ? ഒരു ഇല്ലാത്ത വെടി, ഒരു പൊയ്വെടി പൊട്ടിച്ചിരിക്കുന്നു VD സതീശൻ എന്ന വിലയിരുത്തൽ അങ്ങേക്കുണ്ടോ? അല്ല വേണു, ഈ എതിർ ക്യാമ്പുകളെ ആശങ്കപ്പെടുത്തിയാലും ഇല്ലെങ്കിലും കോൺഗ്രസിന് അതുകൊണ്ടുണ്ടാകുന്ന രാഷ്ട്രീയ നേട്ടം എന്താണ്? വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുക എന്നുള്ളതല്ലേ UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രഖ്യാപിതവും പ്രധാനമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ ഇത്തരം സമീപനങ്ങൾ സഹായകമാകുമോ? അതാണ് പരിശോധിക്കപ്പെടേണ്ടത്. വിശാലമായ അർത്ഥത്തിലാണ് അങ്ങ് എല്ലാം ചർച്ച ചെയ്യുന്നത്. അത് ഞാൻ ചുരുക്കി കാണുന്നില്ല ശ്രീകുമാർ. പക്ഷേ എന്റെ നേരിട്ടുള്ള ചോദ്യം, ഈ ദിവസത്തിൽ സതീശൻ പറഞ്ഞതിനോട് എങ്ങനെയാണ് MV ഗോവിന്ദൻ പ്രതികരിച്ചിരിക്കുന്നത്, എങ്ങനെ BJP പ്രതികരിച്ചിരിക്കുന്നത് കണ്ടല്ലോ. അവരാരും പറഞ്ഞത് കോൺഗ്രസിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നേതൃഗുണമില്ലായ്മയെ പറ്റിയല്ല. അവരാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഇനിയിപ്പോൾ ഉന്നയിച്ചാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുൻകൈ അതുവഴി ഉണ്ടാകാൻ പോകുന്നില്ല എന്നല്ല.
അവരൊരു അടിയന്തര സാഹചര്യത്തെ കാണുന്നു, അതിനോടുള്ള അടിയന്തരമായവരുടെ പ്രതികരണവും വന്നിരിക്കുന്നു. അത് സംബന്ധിച്ച് അങ്ങയുടെ ഈ മണിക്കൂറുകളിലെ വിലയിരുത്തലാണ് ഞാൻ ആവർത്തിച്ച് അങ്ങയോട് ചോദിക്കുന്നത്. അല്ല, എനിക്ക് ഈ മണിക്കൂറിൽ അതിൻ്റെ കാരണം വരാൻ പോകുന്ന ഒരു കാര്യത്തെ വിലയിരുത്തുക എന്ന് പറയുന്നത് വളരെ അപക്വമായ ഒരു സംഭവമല്ലേ. കാരണം ഇദ്ദേഹം പറയുന്നൊരു സംഭവം അപ്പുറത്തും നടന്നാൽ എങ്ങനെയായിരിക്കും ആ പാർട്ടിയുടെ പ്രതികരണമെന്ന് ഇപ്പോൾ വിലയിരുത്തുക നമുക്ക് അസാധ്യമാണ്. എത്തരത്തിലും മേൽക്കൈ അതുകൊണ്ട് കോൺഗ്രസിന് ഉണ്ടാകാമെന്നും വിലയിരുത്തുന്നതും ഈ പ്രിമിച്ചറാണ്. ചില സൂചനകൾ അദ്ദേഹം നൽകുന്നുണ്ട്. ഒന്നാമതായി പറയുന്നത് ഈ CPM-മായി ബന്ധപ്പെട്ട് അത് അടുത്ത തെരഞ്ഞെടുപ്പിന്റെ അത്രയും സാവകാശത്തിലേക്ക് പോകില്ല, അതൊരു നീണ്ട സമയമാണല്ലോ എന്നുകൂടെ പറയുന്നുണ്ട്. ഏതാണ്ട് 8-9 മാസമുണ്ട്. അതുവരെ ഒരു കാര്യം പറഞ്ഞ് നിൽക്കാൻ കഴിയുമോ? കൃത്യമായ സൂചനയാണ്, അത് ഉടനെ തന്നെ ഉണ്ടാകുമെന്ന്. രണ്ടാമത്തെ കാര്യം BJP, അതിൽ തീരെ സമയമെടുക്കുന്നില്ല സതീശൻ, 1-2 ദിവസത്തിനകം. കാരണം കാളയുടെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ അവിടെ BJP-യുടെ ഓഫീസിന് മുന്നിൽ ഈ ദിവസങ്ങളിലൊക്കെ നടക്കുമല്ലോ. അതിന് വലിയ മാലിന്യ പ്രശ്നമായിട്ട് അവിടെ വരുമല്ലോ. അപ്പോൾ അത്രയും പോലും വൈകേണ്ടി വരില്ല. അതിനു മുൻപ് തന്നെ BJP-ക്കാരെ കൊണ്ടൊരു കാള മാർച്ച് രാജീവ് ചന്ദ്രശേഖരന്റെ വസതിയിലേക്ക് നടക്കും എന്നല്ല, നടത്തിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ അസാധാരണമായ പ്രതികരണങ്ങളല്ലേ? ഇതൊക്കെ വരും ദിവസങ്ങളിൽ കേരളം കാണാനിരിക്കുന്ന ചില പുതിയ കാര്യങ്ങളായിരിക്കുമോ? ഇല്ല, അസാധാരണമായ പ്രതികരണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ അവസ്ഥയെ തരണം ചെയ്യാനുള്ള തന്ത്രപരമായൊരു നീക്കം അസാധാരണമായി അങ്ങേക്ക് തോന്നാത്തതാണ്. ഇതിനു മുൻപ് ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് കൊടുത്ത ഒരു സന്ദർഭം അങ്ങേക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്കത് ഒന്ന് പരിശോധിക്കാനാണ്. ഇല്ല, അതിപ്പോൾ ഇതിനു മുമ്പുള്ള പ്രതിപക്ഷ നേതാക്കൾ രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, AK ആന്റണി തുടങ്ങിയവരുടെ രാഷ്ട്രീയ രീതി അല്ലല്ലോ. ഏത് പക്ഷത്തെ പ്രതിപക്ഷമായാലും ശ്രീകുമാർ മനയിൽ ഏത് പക്ഷത്തെ പ്രതിപക്ഷമായാലും ഒരു പ്രതിപക്ഷ നേതാവ് വന്ന് ഇങ്ങനെ പറയുന്ന ഒരു സന്ദർഭം അങ്ങയുടെ ഓർമ്മയിലുണ്ടോ? അതുകൊണ്ടല്ലേ നാം ഇതിനെ അസാധാരണമെന്ന് കരുതുന്നത്. അല്ല, ഇതിത്ര അസാധാരണം എന്ന് വിളിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആയുധം എന്ന് കണ്ട അത് അസാധാരണ ആയുധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഒരു ഇങ്ങനെ ഒരു ബോംബ് പൊട്ടാൻ പോകുന്നു എന്ന് ഒരു പ്രതിപക്ഷ നേതാവ്, അത് UDF-ൽ നിന്നാവട്ടെ LDF-ൽ നിന്നാകട്ടെ, ഇങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കുന്നത്, അതും ഒരേ സമയം എതിർപ്പാളയത്തിലുള്ള 2 പാർട്ടി നേതൃത്വത്തിനെതിരെ, അങ്ങനെ അങ്ങ് കണ്ടിട്ടുണ്ടോ ഇല്ലയോ? അല്ല, ഇത് ഞാൻ കാണുന്നത് ഒരു പക്ഷേ എൻ്റെ ഓർമ്മയിലില്ലത് ആദ്യമാണ്, അത് സംഭവിച്ചു. പക്ഷേ അസാധാരണത്വം എന്നുള്ള വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് തീർച്ചയായിട്ടും അത് താങ്കൾ അസാധാരണത്വം ഇല്ല, ഞാൻ അതിൻ്റെ അസാധാരണത്തിൽ വിശ്വസിക്കുന്നില്ല. കാരണം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ നിങ്ങൾക്ക് ലോക്കൽ രാഷ്ട്രീയം വലിയ പരിചയമായിട്ട് നമ്മൾ ഈ ഇലക്ഷനൊക്കെ മുമ്പ് നമ്മൾ CPM-കാരെ വെല്ലുവിളിക്കും, നീ നോക്കിക്കോടാ നിന്റെ ഇലക്ഷനൊക്കെ മുമ്പ് നിന്റെ നേതാവ് ഒരാൾ നാറാൻ പോകണം കണ്ടോ. അതുകൊണ്ടാണല്ലോ പറയുന്നത് പ്രതിപക്ഷ നേതാവ് അതിന് ഒരു സമയവും അദ്ദേഹം ക്ലിപ്തപ്പെടുത്തുന്നു, അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. പിന്നെ മറ്റൊരു അസാധാരണമായ കാര്യം, ഇനി അതും അങ്ങേക്ക് അസാധാരണമാണോ അല്ലയോ എന്ന് അങ്ങേക്ക് തീരുമാനിക്കാം. സാധാരണഗതിയിൽ ഇപ്പോൾ അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ രാഹുലിനെതിരെ ഉയർന്നത് സ്വഭാവത്തിൽ തന്നെയുള്ള ഒരു ആരോപണമാണ് BJP-ക്കെതിരെയും CPM-നെതിരെയും വരാൻ പോകുന്നത് എങ്കിൽ അത് ആ രൂപത്തിലാണ് വരേണ്ടത്. അതിതാ ഞാൻ ചാമ്പ്യൻ ചെയ്യാൻ പോകുന്നു എന്നൊരു പ്രതിപക്ഷ നേതാവ് പറയുന്നത് എത്രമാത്രം ശരിയാണ്? കാരണം തെറ്റായൊരു കാര്യം സംഭവിച്ചിരിക്കുന്നു എതിർപ്പാളയത്തിലെന്ന് അദ്ദേഹം പറയുകയാണ് എങ്കിൽ അത് അവരെ ഞെട്ടിക്കാൻ പോകുന്നൊരു ബോംബ് എന്ന നിലയിലല്ലല്ലോ അവതരിപ്പിക്കേണ്ടത്. അതിന് പകരം ഇതാ കേരള രാഷ്ട്രീയത്തിൽ പൊതുസമൂഹം അറിയാൻ പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ പാളയങ്ങളിൽ ഇങ്ങനെ വലിയ കുഴപ്പം സംഭവിച്ചിരിക്കുന്നു എന്ന് ഒരു വിസിൽ ബ്ലോവറെ പോലെ അറിയിക്കുകയാണ് വേണ്ടത്. അവിടെ ഒരു വലിയ പിഴവ് സതീശന് സംഭവിച്ചിട്ടുണ്ടോ? ഇന്ന് ഒരു സ്കോറിംഗ് പോയിന്റ് എന്ന നിലയിൽ ഈ കാര്യങ്ങളൊക്കെ വീരസ്യത്തോടെ പറയാൻ കഴിഞ്ഞിട്ടുണ്ടാകും. അങ്ങൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രത്യേക അംഗവിക്ഷേപത്തിലൂടെ ഇത് നാടകീയമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തെ അഥവാ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് ഈ ഗൗരവത്തോടെയും ഈ നാടകീയതയോടെയുമാണോ അവതരിപ്പിക്കേണ്ടിയിരുന്നത്? അല്ല, നമ്മൾ അവതരിപ്പിക്കുന്ന ആളുടെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും ഇതിൻ്റെ നാടകീയതയും മറ്റ് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നതും എൻ്റെ വേണു. കാരണം ഇത് എല്ലാവർക്കും സ്പെസിമെൻ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റില്ലല്ലോ. VD സതീശൻ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന രീതി അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടു. അതുകൊണ്ട് ആ രീതിയിൽ അവതരിപ്പിക്കാമോ എന്ന് ചോദിക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷേ ഇത് മറ്റ് പാർട്ടികളിൽ പറയുമ്പോൾ അങ്ങേക്ക് അർത്ഥമുള്ളതായി തോന്നിയൊരു കാര്യം എന്നോട് പറയാമോ ഇതെല്ലാം കണ്ടതിന് ശേഷം? അല്ല, ഇതെല്ലാം കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റു പാർട്ടികളുടെ വീഴ്ച നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പോൾ അത് എത്ര കണ്ട് രാഷ്ട്രീയമായി നമുക്ക് പ്രയോജനം ചെയ്യുമെന്ന് ഇതുവരെ ഇവർക്ക് തിട്ടപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് ഈ ബോംബ് പൊട്ടിയാലും
കോൺഗ്രസിന് അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എനിക്ക് മനസ്സിലായത്. ശരി, ശ്രീ നിതിൻ കടിച്ചേരി, ഇവിടെ CPM-മായി ബന്ധപ്പെട്ടും BJP-യുമായി ബന്ധപ്പെട്ടുമൊക്കെ അദ്ദേഹം ഒരു സമയവും പറയുന്നുണ്ട്. ആ സമയം എങ്ങനെയാണ് എന്നത് ഞാൻ ഇവിടെ നേരത്തെ പറയുകയും ചെയ്തല്ലോ, അങ്ങും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത് ഇപ്പോൾ പൊട്ടിക്കൂ എന്ന് അങ്ങേക്ക് വെല്ലുവിളിക്കാം, പക്ഷെ പൊട്ടിക്കാൻ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് സതീശന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമല്ലേ? അല്ല, കോൺഗ്രസിൻ്റെ നേതൃത്വവും കോൺഗ്രസിൻ്റെ MLA-യും ഒക്കെ ചെന്ന് ചാടിയിരിക്കുന്ന വലിയ ഒരു എന്താന്ന് പറയുക, കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് വരെ കാണാത്തതുപോലെയുള്ള ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ നേതൃത്വവും കോൺഗ്രസിൻ്റെ പാലക്കാട്ട് MLA-യും ചെന്ന് വിട്ടിട്ടുള്ളത്. അവിടെ നിന്ന് ഒരു നിലയിലും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ജൽപ്പനമായിട്ടല്ലാതെ ഇതിനെങ്ങനെ നമുക്ക് കണക്കാക്കാൻ പറ്റുക? നോക്കൂ, ഇനി കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണല്ലോ ശ്രീ VD സതീശൻ. അദ്ദേഹം ഒരു ഉത്തരവാദിത്വമുള്ള ഈ കേരളീയ സമൂഹത്തോട് ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ നേതാവായിരുന്നുവെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് എന്താ? താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു, ഇത്തരം കേരള രാഷ്ട്രീയത്തിൽ ഏത് ചേരിയിൽപ്പെട്ടവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് പുലർത്തേണ്ടുന്ന ധാർമ്മികതയും ഉത്തരവാദിത്വവും ഒന്നും പുലർത്താത്ത ആൾ ഏത് ചേരിയിലും ആയിക്കോട്ടെ, അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു, ഇന്ന ആളുകൾ നിൽക്കുന്നു, ഇത് കേരള രാഷ്ട്രീയത്തിന് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല, പൊതുസമൂഹം അംഗീകരിക്കാൻ വേണ്ടി പാടുന്നതല്ല എന്ന നിലയിൽ സമൂഹത്തിന്റെ മുമ്പിലല്ലേ അദ്ദേഹം കൊണ്ടുവരേണ്ടത്. അതിനു പകരം അദ്ദേഹത്തിന്റെ ഇന്നത്തെ ശരീരഭാഷ ഉൾപ്പെടെ നിങ്ങൾ നോക്കൂ. ഭരണപക്ഷത്തായിരിക്കുമ്പോഴായാലും ശ്രീ നിതിന് ഓർമ്മയുള്ളൊരു സന്ദർഭം ഞാൻ പറയാം. ഇപ്പോൾ 2006-11 VS-ന്റെ കാലം. VS സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിലാണ് കുഞ്ഞാലിക്കുട്ടിയെ വീണ്ടും കൊടുക്കുന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ റൌഫുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്, അല്ലേ? ആ ഘട്ടത്തിൽ എന്താണ് ചെയ്തത്? ഇതിനെപ്പറ്റിയൊക്കെ മുന്നറിവ് മുഖ്യമന്ത്രി എന്ന നിലയിൽ VS അച്യുതാനന്ദൻ അപ്പോൾ കിട്ടിക്കൊണ്ടുമിരിക്കുന്നുണ്ട്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? അത് പൊട്ടാൻ പോകുന്നതിന് തൊട്ടു മുൻപ് കുഞ്ഞാലിക്കുട്ടി തന്നെ മാധ്യമങ്ങളെ കണ്ട് ചില പിഴവുകൾ പറ്റിയെന്നതടക്കം അത് ഏറ്റുപറഞ്ഞ് അത് ഡിഫ്യൂസ് ചെയ്യുന്നു. പിന്നെയും അത് മുന്നോട്ട് പോവുകയാണ് ആ വിഷയം. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? കോഴിക്കോട് വാർത്താ സമ്മേളനം റൌഫ് നടത്തുന്നു. അപ്പോൾ ആ ഭാഗത്ത് വേദിയിൽ അത് കേൾക്കാനിരിക്കുന്നവരിൽ മാധ്യമപ്രവർത്തകർക്കൊപ്പം പോലീസുകാരുമുണ്ട്. എന്നിട്ട് സ്വമേധയാ ഇത് ഒരു വെളിപ്പെടുത്തൽ നിലയിൽ എടുത്തുകൊണ്ട് പോലീസ് അതിന്റെ തുടർ നടപടികളിലേക്ക് പോകുന്നു. ഇതൊന്നും VS അറിയാതിരിക്കുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ എല്ലാത്തിനും ഒരു സമയം ക്ലിപ്തപ്പെടുത്തിക്കൊണ്ട് നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അത് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും ആ അവസരം VD സതീശനും കൂടി അവകാശപ്പെട്ടതല്ലേ? നമുക്ക് വേണു, ഈ സാഹചര്യം ഞാൻ അതാണല്ലോ തുടക്കത്തിൽ പറഞ്ഞു, ഇത് ഏതെങ്കിലും നിലയിൽ ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഏതെങ്കിലും ആൾ ആരോപണം ഉന്നയിച്ച് ആ ആരോപണത്തിൻ്റെ തുടർച്ചയിൽ ഈ കാര്യങ്ങൾ പുറത്തു വരികയോ ഒന്നും ചെയ്തതല്ല. കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഇത് കുറേ കാലമായി. ഇപ്പോൾ ഇവിടെ ശ്രീകുമാർ തന്നെ ചർച്ചയിൽ അദ്ദേഹം തന്നെ പറഞ്ഞത് 1.5 വർഷം മുമ്പ് അദ്ദേഹത്തിന് തന്നെ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ വരുമായിരുന്നു എന്ന് അറിയാമായിരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരാളെയല്ലേ കോൺഗ്രസ് ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. ഒരു നിലയിലും അംഗീകരിക്കാൻ കഴിയാത്ത സ്വഭാവ വൈകൃതങ്ങളുള്ള, അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് ഉത്തരവാദിത്വമുള്ള, താനിരിക്കുന്ന സ്ഥാനത്തോടോ രാഷ്ട്രീയ ഉത്തരവാദിത്വമോ പുലർത്താൻ കഴിയാത്ത ഒരാളെ പാലക്കാട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുകയല്ലേ കോൺഗ്രസ് ചെയ്തത് എന്നല്ലേ ശ്രീകുമാർ തന്നെ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം അതല്ലേ? അങ്ങനെയാണോ നിങ്ങൾ ഇതിനെ കാണേണ്ടത് അല്ലെങ്കിൽ വിലയിരുത്തേണ്ടത്? ഇവിടെ ഇന്ന് കഥ മാറ്റിക്കൊണ്ട് ഒരു പ്രത്യാക്രമണത്തിനുള്ള രാഷ്ട്രീയ നീക്കം പ്രതിപക്ഷം നടത്തുന്നു. അതും പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ടിറങ്ങി. അങ്ങൊരു കാര്യം ശ്രദ്ധിച്ചല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ട നേതാക്കന്മാരും പ്രതികരിക്കുകയുണ്ടായിട്ടില്ല. ഇങ്ങനൊരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അവരാരും സതീശന്റെ വാക്കുകളെ ആവർത്തിക്കുന്നില്ല, സതീശന് പിന്തുണയുമായി വരുന്നില്ല. സതീശനൊരു തോന്നലുണ്ട്, ഷാഫി ഒരു രൂപത്തിൽ ആക്രമിക്കപ്പെടുന്നു, സതീശൻ മറ്റൊരു രൂപത്തിൽ ആക്രമിക്കപ്പെടുന്നു. രാഹുലിന്റെ അധ്യായം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അത് സതീശന് നേർക്ക് CPM തിരിക്കുമ്പോൾ ഒരു വെടിക്ക് ഒന്നിലധികം പക്ഷികളെ പിടിക്കാൻ CPM ഇറങ്ങിയിരിക്കുന്നുവെങ്കിൽ അതിനെ നേരിട്ട് എതിർക്കാനുള്ള അടുത്ത തന്ത്രവുമായി സതീശൻ ഇറങ്ങുന്നു. അത് വ്യക്തമല്ലേ ഇന്നത്തെ നീക്കത്തിൽ? അല്ല, പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ആളുടെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ, അദ്ദേഹം ഇതിനു മുമ്പും നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേരളീയ പൊതുസമൂഹം ചർച്ച. ഇനി അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് പുറത്തു വരണമെന്നാണ് ഞാൻ പറയുന്നത്. കേരളീയ സമൂഹത്തെ ഞെട്ടിക്കാൻ പോകുന്ന എന്തെങ്കിലും ഒരു വിവരം ആധികാരികമായി അദ്ദേഹത്തിന് കയ്യിലുണ്ടെങ്കിൽ ഒരിക്കലും അത് പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു വെക്കരുത്, അത് പുറത്തു വരണം. അത് ആരെ കുറിച്ചിട്ടുള്ളതായാലും അങ്ങനെയല്ലേ സമൂഹം മുന്നോട്ട് പോകാനല്ലേ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതിനേക്കാൾ പോകണം. ശരി, പക്ഷെ പ്രശ്നം അത് സമ്മതിച്ചു. ഇനി അങ്ങനെ വേണ്ട ഒരു മറുപടി, ഒരു പുതിയ രാഷ്ട്രീയ നീക്കം നടത്തുന്നു പ്രതിപക്ഷം. അവർ പ്രതിരോധത്തിലായിരുന്നു ഇന്നലെ വരെ. ഇന്നു മുതൽ അവർ പ്രത്യാക്രമണത്തിന് തുനിയുന്നു. അതിന്റെ ആദ്യത്തെ വഴിമരുന്നുകൾ അവരിട്ട് തുടങ്ങുന്നു. അതിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്?
പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവിൻ്റെ ആക്രമണമാണ്. കേരളത്തിലെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ ഈ പറയുന്നതിൻ്റെ ഒപ്പം പ്രതിപക്ഷ നേതാവിനൊപ്പം കോൺഗ്രസ്സുകാരുണ്ടാകുമല്ലോ. ഞാൻ കരുതുന്നത് പ്രതിപക്ഷ നേതാവ് ഇന്ന് ഉന്നം വെച്ചിട്ടുള്ളത് എതിർ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ കോൺഗ്രസിനൊപ്പം തന്നെ അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് തന്നെയുള്ള ചില ആളുകളെയാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചിട്ടുണ്ടാകുക എന്ന് വേണം കാണാൻ. പിന്നെ ഇതൊക്കെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തോറ്റ് അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരായി ഉടുതുണി അഴിഞ്ഞു പോകുന്ന വിധത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഞാൻ ശരിയാക്കി തരാം എന്ന് പറയുന്ന ഒരു വെല്ലുവിളി ഉണ്ടല്ലോ, അത്ര മാത്രമായി ഇതിനെ കണ്ടാൽ മതി. ഒരു രാഷ്ട്രീയ നീക്കവും ഇതിൽ കോൺഗ്രസിന് മുന്നോട്ട് വയ്ക്കാനാവില്ല, രാഷ്ട്രീയമായി രക്ഷപ്പെടാവില്ല. ഒറ്റ കാരണം, ഇത്രയും അപജയത്തിലൂടെ കടന്നുപോയ ഒരാളെ MLA ആയി നിലനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഇതൊക്കെ ചെയ്യുന്നത്. ഇയാളെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അപ്പൊ കോൺഗ്രസിന് വേണ്ട, നിയമസഭാ കക്ഷിക്ക് വേണ്ട, പാർട്ടിക്ക് വേണ്ട, ഇതൊന്നും വരാത്ത ഒരാളെയാണോ പാലക്കാട് നിങ്ങൾ കെട്ടിവെക്കുന്നത്? അത് നമുക്ക് ചർച്ച മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് എടുക്കുകയും ചെയ്യാം. ശ്രീ ദാമോദർ പ്രസാദ്, ആദ്യമായി അങ്ങ് വല്ലാതെ വൈകി വന്നു. അതിലുള്ള ഒരു കാര്യമുണ്ട്, കുറച്ച് അധികം വൈകിപ്പോയി എത്തിയപ്പോൾ. കോഴിക്കോട് ബ്ലോക്കാണ്. ശരി, എന്തായാലും ശ്രീ ദാമോദർ, ഇവിടെ സതീശൻ മുന്നോട്ട് വെച്ച 2 വെല്ലുവിളികളുണ്ട്, CPM-നെയും BJP-യെയും ഉന്നം വെച്ചുകൊണ്ട്. എന്തായിരിക്കാം സതീശൻ ഇന്ന് ഒരു പ്രതിപക്ഷ നേതാവും കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ചെയ്യാത്തൊരു അസാധാരണ നീക്കം നടത്തിയതിൻ്റെ പിന്നിൽ? നമുക്ക് മനസ്സിലാവുന്ന കാര്യം, കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ഈ ശക്തമായ ആരോപണം വരികയും അത് പുറത്താക്കേണ്ട എത്തുന്ന സ്ഥിതി ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ പ്രതിരോധിക്കുക എന്നുള്ളതൊരു തന്ത്രമാണ്. പ്രതിരോധിക്കാൻ ഉപയോഗിച്ച തന്ത്രം ഇതേപോലെ വിഷയം CPM-നെ കുറിച്ചും ഒക്കെ പറയാനുണ്ടെന്ന് പറയുന്നത് അതൊരു സുഖകരമായിട്ടൊരു മറുപടിയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം രാഷ്ട്രീയമായിട്ട് എതിർക്കേണ്ട, രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ ഭരണപക്ഷം നേരിടായിരുന്നു, രാഷ്ട്രീയമായി ഭരണപക്ഷം നേരിടേണ്ട കാരണങ്ങൾ പലതും ഉണ്ട്, അത് ഇനിയും ഉണ്ടാവും. അതിനുപകരം ഇതേപോലൊരു സാധനം ഞങ്ങളുടെ ബോംബ് ഞങ്ങളുടെ അടുത്തുണ്ട് പൊട്ടിക്കുക, അത് പൊട്ടിക്കുകയായിരിക്കും ഏറ്റവും നല്ല കാര്യം. അതിനുവേണ്ടി ഇങ്ങനെ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ഇതാ വരാൻ പോകുന്നൊരു അതൊരു ആരോഗ്യകരമായിട്ട് രാഷ്ട്രീയ ഇതല്ല. മാത്രമല്ല, ഒരുപക്ഷെ സതീശനെടുത്ത ഇത്രയും കാലം നിലപാടുകൾ ഈ വിഷയത്തിൽ എടുത്ത നിലപാടുകൾ പൊതുവിൽ സമൂഹം ഒക്കെ എനിക്ക് തോന്നുന്നു, നമുക്കെല്ലാം തോന്നുന്ന കാര്യം അംഗീകൃതമായ നിലപാടാണ്. പക്ഷേ അതിനോട് ചേർന്ന് പോകുന്ന വിധത്തിലുള്ള സമീപനമല്ല. ഇതിപ്പോൾ ഒരു ബോംബ് ഞാൻ പൊട്ടിക്കാൻ പോകുന്നു, അതുകൊണ്ട് അധികം കളിക്കേണ്ടതൊക്കെ പറഞ്ഞ ഒരു ഭീഷണി, അത്രയും നിലവാരമുള്ള ഒരു അഭിപ്രായമാണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അങ്ങനെ എന്തുണ്ടെങ്കിൽ ഇതേപോലെ സമാനമായിട്ട് ഏതെങ്കിലും നേതാക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ ഭരണപക്ഷത്തിൽ ആരെങ്കിലും കുറിച്ചുണ്ടെങ്കിൽ അത് ഇങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അത് നേരെ എന്താണ് ആ വാർത്ത വെച്ച ആൾക്കാരെ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ശരിയായത്. കാര്യം പ്രതിപക്ഷ നേതാവിനൊരു സ്ഥാനം മാത്രവുമല്ല ശ്രീ ദാമോദർ, മറ്റ് രാഷ്ട്രീയ ആരോപണങ്ങളോ അഴിമതി ആരോപണങ്ങളോ അല്ലാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണോ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയത്, സമാനമായൊരു കാര്യം CPM-ഉം BJP-യും നേരിടാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഉന്നയിക്കുന്നത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്തത്തിന് ചേർന്നതാണോ? എനിക്ക് തോന്നുന്നില്ല. കാര്യം പ്രതിപക്ഷ നേതാവ് അതൊരു വേറൊരു തരത്തിലുള്ള കോൺഗ്രസ് നേതാവിനോ അല്ലെങ്കിൽ UDF മറ്റൊരു നേതാവിനോ ഉന്നയിക്കാവുന്ന കാര്യമാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഗൗരവപ്പെട്ട സ്ഥാനമാണ്, ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമാണ്. ആ സ്ഥാനത്തിൻ്റെ എന്താ പറയുക സ്വഭാവവും പ്രത്യേകതയൊക്കെ സതീശൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും കാലം പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും എനിക്ക് സംശയമില്ല. വളരെ കൃത്യമായിട്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം. അതൊന്നും എന്താ പറയുക ഒരുപക്ഷെ CPM-ൻ്റെ BJP-യുടെ അഭിപ്രായമല്ല നമുക്ക് തോന്നുന്നത്. കാരണം വളരെ കൃത്യനിലപാട്. പക്ഷേ ഇങ്ങനെ അഭിപ്രായം സതീശൻ പ്രതിപക്ഷ നേതാവ് പറയേണ്ടതായിരുന്നില്ല. രാഷ്ട്രീയമായിട്ട് ഭരണപക്ഷത്തിൻ്റെ വല്ല അഴിമതി ആരോപണം അല്ലെങ്കിൽ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഭരണത്തിൻ്റെ വീഴ്ചകളോ എടുത്തു കാണിച്ചുകൊണ്ട് രാഷ്ട്രീയമായ പ്രത്യാക്രമണം നടത്തുന്ന സ്ഥലത്ത് അത് രാഹുൽ മാങ്കൂട്ടം അത് ലൈംഗിക ചൂഷണത്തിൻ്റെ ആരോപണമാണ്. അതൊക്കെ ഒരു സുഖകരമായിട്ടൊരു ആരോപണമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ലൈംഗിക ചൂഷണത്തിൻ്റെ ആരോപണം ആർക്കെതിരുണ്ടെങ്കിൽ ആ കാര്യം അവതരിപ്പിക്കാനുള്ള വേദികളുണ്ടല്ലോ, എന്ത് മാധ്യമങ്ങളുണ്ട്, അത് നേരെ പറയാതെ മുന്നറിയിപ്പ് കൊടുത്ത് ഭീഷണിപ്പെടുത്തി അധികം കളിക്കേണ്ട. അതൊരു പിഴവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പദവിയുടെ ഉത്തരവാദിത്വത്തിനോട് ഉയർന്നു നിൽക്കുന്ന ഒരു സമീപനം ആയിരുന്നില്ല. അത് ശരി തന്നെയാണ് ആ വിമർശനവും. പക്ഷേ രാഷ്ട്രീയം അവിടെ അവസാനിക്കുന്നില്ല. ആ ഭാഗം ശരിയായിരിക്കുമ്പോഴും ഈ രാഷ്ട്രീയം അവിടെ അവസാനിക്കുന്നില്ല. ഇതൊരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് സതീശന്റെ. അങ്ങ് ഒരു കാര്യവും ശ്രദ്ധിച്ചല്ലോ, ഇപ്പോൾ BJP-ക്കെതിരെ പറഞ്ഞിട്ടുണ്ട്, അത് അതിവേഗം സംഭവിക്കുമെന്നാണ് പറയുന്നത്. തൊട്ടു പിന്നാലെയാണ് സന്ദീപ് വാര്യരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. ഒരു ഇവരുടെ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ കോൺഗ്രസ് എടുത്തതുപോലെയുള്ള മാതൃകാപരമായ നിലപാട് എടുക്കുമോ ചലഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട്. എന്ന് മാത്രമല്ല, അങ്ങേക്കറിയാമല്ലോ സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം ഡൽഹിയിലായിരുന്നു, KC-യെ കാണുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം ഈ 1-2 ദിവസങ്ങളായി തിരക്കിട്ട് വരെ ആലോചിക്കുന്നുണ്ട്. BJP കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിടണമെങ്കിൽ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ആയുധം സന്ദീപ് വാര്യരാണ്. അപ്പോൾ അതൊക്കെ സതീശൻ മാത്രമല്ല KC-യും ഒക്കെ അറിഞ്ഞുകൊണ്ട് ചില നീക്കങ്ങൾ നടക്കുന്നു എന്ന് അനുമാനിക്കുകയാണോ വേണ്ടത്? അല്ല, ഇപ്പോൾ BJP-ക്കാരെ ഇത് ആക്രമണം പ്രത്യാക്രമണം അവരുടെ ഒരു കോർ കമ്മിറ്റി നേതാവിനെ കുറിച്ചൊക്കെ എനിക്കതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയിലും കൂടി അങ്ങനെ വരുന്നതിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഉണ്ടായിരിക്കും അത്ര ആരോപണം. പക്ഷേ
അത് രാഹുൽ മാങ്കൂട്ടം വഹിക്കുന്ന സ്ഥാനം നിസ്സാരമല്ല. ബി ജെ പിയുടെ കോർ കമ്മിറ്റി അംഗമൊന്നുമല്ല, ഒരു MLA ആണ്. അതൊരു നിർണായകമായ സ്ഥാനം. അപ്പോൾ അതിന് പ്രത്യാക്രമണ രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഇതിനകത്ത് പ്രതിയാണ് ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതക നടക്കുന്ന സമയത്ത് പറയുന്ന പോലൊരു സ്വഭാവമാണ് അതിൻ്റെ അകത്തുള്ളത്. പ്രധാനമായിട്ട് രാഷ്ട്രീയമായിട്ടാണ് കോൺഗ്രസ് അതിനെ അത്ര ദുർബലപ്പെട്ടു പക്ഷേ അഭിപ്രായം. ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ പറ്റി തന്നെയാണ് അങ്ങനെ വരുന്നത് എങ്കിലോ ഇപ്പോൾ MLA എന്ന് BJP അവകാശപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പക്ഷേ അവരുടെ ഒരു ഉയർന്ന നേതാവ് തന്നെയാണ്, അല്ലെങ്കിൽ അത്രയും നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്ന സ്വീകാര്യതയുള്ള ഒരാളാണ് എങ്കിൽ BJP അത് പ്രതിരോധത്തിലാക്കുമോ ഇല്ലയോ? വളരെ സ്വാഭാവികമായിട്ട് അത് CPM-നെയാണ് BJP-യുടെ അവരുടെ ഉയർന്ന നേതാവിനെ കുറിച്ചുള്ള ഇതുപോലെ ലൈംഗിക ചൂഷണത്തിന്റെ ആരോപണം തെളിവ് സഹിതം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പാർട്ടി പ്രതിരോധത്തിലാവുകയും ദുർബലപ്പെടുകയും ചെയ്യും. എന്ന് മാത്രവുമല്ല, ദാമോദറിന് അറിയാവുന്നതുപോലെ തന്നെ BJP-യും CPM-നെ പോലെ തന്നെ ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെ കാലുകുത്താൻ അനുവദിക്കുകയില്ല എന്ന്. ഇപ്പോൾ സന്ദീപിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഒരു കേന്ദ്രം പാലക്കാടും കൂടെ ആയിരിക്കുന്നതുകൊണ്ട് പാലക്കാട് തന്നെയുള്ളൊരു പ്രധാന നേതാവ് കൂടെയാണ്, ആ നേതാവിലേക്കാണ് സതീശൻ ഉന്നം വെക്കുന്നത് എങ്കിൽ അത് ഒരർത്ഥത്തിൽ ഈ പറയുന്ന രാഹുലിനെതിരെയൊക്കെ കടുത്ത നീക്കങ്ങളിലേക്ക് BJP പോകുന്നതിനെ തടയിടുന്നത് കൂടിയായിരിക്കില്ലേ? രാഹുലിനെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശമായിരിക്കില്ല സതീശൻ അവിടെ ഉള്ളത്. BJP-യുടെ ഇറങ്ങി പുറപ്പെടൽ അത് പാലക്കാട് ഇന്നല്ലെങ്കിൽ നാളെ ഒരു മേൽക്കൈ, ഇത് കെട്ടടങ്ങിയാലും ഇല്ലെങ്കിലും അവർക്കുണ്ടാക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അത് തടയിടുക എന്ന രാഷ്ട്രീയ നീക്കം അതിലുണ്ടോ? തീർച്ചയായിട്ടും ആ രാഷ്ട്രീയ നീക്കം തന്നെ വ്യക്തമാണ്. കാര്യം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് പ്രധാനമായിട്ട് നിൽക്കുന്നത്. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും വരാൻ പോകുന്ന നിയമസഭ തെരഞ്ഞെടുപ്പിലും UDF-ന് കിട്ടേണ്ട മേൽക്കൈനെ കുറിച്ചുള്ള ആലോചനയിൽ നിന്നാണല്ലോ ഉണ്ട്. അത് പാലക്കാട് പോലെ സ്ഥലത്ത് സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടം നേരിടുന്ന പ്രശ്നം അവിടെ കോൺഗ്രസ് വലിയ ക്ഷീണം ഉണ്ടാക്കും. മറ്റ് മണ്ഡലങ്ങൾ എത്രമാത്രം ക്ഷീണം ഉണ്ടാക്കില്ല, അവിടെ ഉണ്ടാക്കും. ദാമോദരൻ അറിയാമല്ലോ, ഇപ്പോഴത്തെ സ്ഥിതി വെച്ചുകൊണ്ട് ഇപ്പോൾ രാഹുലിനെ എന്തായാലും അവർ നിശ്ചയമായും അവിടെ ഇനി മത്സരിക്കാൻ വിടില്ല. ഷാഫിക്ക് വീണ്ടും അവിടെ ഒന്ന് മത്സരിക്കാൻ കഴിയുകയുമില്ല. അപ്പോൾ ഒരാളെ അവിടെ നിന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഇനിയും ഈ ഷാഫിയുടെ അപ്രമാദിത്വമൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. ജില്ലയ്ക്ക് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നോടെ മത്സരിപ്പിക്കലൊന്നും നടക്കുകയില്ല. എന്തായാലും DCCയുടെ ശബ്ദത്തിന് അല്ലെങ്കിൽ പാലക്കാടിൻ്റെ ശബ്ദത്തിന് അവിടെ പ്രാമുഖ്യം ഉണ്ടാകില്ലേ? അവിടെ നിന്ന് തന്നെയുള്ളൊരു നേതാവ് തന്നെ ആയിരിക്കില്ലേ മത്സരിക്കാൻ സ്വാഭാവികമായും വരിക ദാമോദർ? അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ കൊടുങ്കാറ്റിനെ അതിജീവിക്കണമെങ്കിൽ അവിടെ ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നത് CPM അല്ല, BJP ആണ്. ആ BJP-യുടെ നെറുകന്തലയ്ക്ക് അടിക്കുന്ന ഒരു ആയുധം തന്നെ ആദ്യം എടുത്ത് ഉപയോഗിക്കുക. അതും പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്തമല്ലേ? അല്ല, പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്തം ആണോ ചോദിച്ചാൽ അത് ഇത്ര ലൈംഗിക ചൂഷണ ആരോപണം വെച്ചുകൊണ്ടാണ് ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ നേരിടാനും പോകണമെന്നൊരു അതൊരു ആരോഗ്യകരമായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അത് കൃത്യമാണെങ്കിൽ തെളിവുണ്ടെങ്കിൽ അത് പറയേണ്ട കാര്യം. പക്ഷേ അത് വെച്ചാണ് ഉപതെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്ന ഒരു ശരിയായിട്ടുള്ള സമീപനമാണ്. അല്ല സോറി, പൊതുതെരഞ്ഞെടുപ്പ് ഈ പറയുന്ന തദ്ദേശവും കോൺഗ്രസ് UDF-ന് പറയാൻ മറ്റു പല കാര്യങ്ങളുണ്ട്. ഇതൊരു അഡീഷണൽ ആയിട്ട് ഒരു കാര്യമായിട്ട് ഒരു ബോണസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നല്ലാതെ രാഷ്ട്രീയമായി തന്നെയാണ് നേരിടേണ്ട. രാഷ്ട്രീയമായി തന്നെയാണ് ഈ മറ്റു മണ്ഡലങ്ങളും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുള്ളൂ. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇത്തരം രീതിയിൽ ഒരു ചളിപ്പിലേക്കാണ് കേരള രാഷ്ട്രീയം നീങ്ങുന്നത്. അതായത് ഇതൊക്കെ വേറെ ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം ഇതിൻ്റെ അകത്തുണ്ട്. കാര്യം സ്വാഭാവികമായിട്ട് മറ്റ് പാർട്ടികൾക്ക് ഈ വിവരമുണ്ടെങ്കിൽ അവരും പേടിക്കും ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ MV ഗോവിന്ദ മാഷക്ക് പറയാനുള്ള ആർജവം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. കാര്യം MV ഗോവിന്ദ മാഷ വ്യക്തിത്വത്തിൻ്റെയും കൂടി പ്രത്യേകമായിട്ട് ഗോവിന്ദ മാഷ പറഞ്ഞേക്കും. അത് ഓരോരുത്തർ വ്യക്തിപര സ്വഭാവത്തിൻ്റെയൊക്കെ ഗുണകരമായിട്ടുള്ള ഗുണമായിരിക്കും. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചുള്ള ഇങ്ങനെ വിഷയം വരുന്ന സമയത്ത് പ്രതിരോധത്താകുമ്പോൾ പരസ്യം ബ്ലാക്ക് മെയിൽ, അത് സമൂഹത്തിന് ഗുണകരമല്ല. കാര്യം പൊതുസമൂഹം അതൊക്കെ നോക്കി നിൽക്കുന്ന പൊതുസമൂഹം ബ്ലാക്ക് മെയിൽ, നിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും പറയാണ്ട്, നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ചും പറയാണ്ടൊക്കെ പറയുന്നത് ഒരു ഒത്തൂർ പരിപാടിയിലേക്ക് പോകുന്നൊരു കുറിച്ച് ആൾക്കാർ സംശയിക്കും. കാര്യം ഇത് ബാക്ക്ഗ്രൗണ്ട് വേറെ അതൊന്നും ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ VD സതീശൻ കേരളത്തിൽ ഇപ്പോൾ നേരിടുന്ന അംഗീകാരത്തിന് കോട്ടം തെറ്റുന്ന വിധത്തിലാണ് ഇത്തരം അഭിപ്രായങ്ങൾ. രാഷ്ട്രീയമായിട്ട് മറുപടി ഉണ്ട കാര്യത്തിൽ രാഷ്ട്രീയമായി തന്നെ മറുപടി പറയുകയും രാഷ്ട്രീയമായി ആക്രമിക്കേണ്ട കാര്യം രാഷ്ട്രീയം ആക്രമിക്കുകയും മറ്റ് ചില സംഘടന സംവിധാനമൊക്കെ ഉണ്ടല്ലോ അതനുസരിച്ച് എന്തെങ്കിലും തെളിവുള്ള സഹിതമാണെങ്കിൽ ആ കാര്യം ഉന്നയിക്കാവുന്നതാണ്. അതൊക്കെ പൊതുസമൂഹത്തിന് കൊണ്ടുവരാണ്. കാര്യം ലൈംഗിക ചൂഷണത്തിൻ്റെ ആരോപണം പൊതുസമൂഹത്തിന് അറിയേണ്ടതാണ്, ഉന്നയിക്കേണ്ടത്. പക്ഷേ അതൊരു തന്ത്രപരമായ നീക്കമായിട്ട് കാര്യം മുന്നറിയിപ്പ് കൊടുക്കുക, ഭീഷണിപ്പെടുത്തുന്നതും അതൊരു അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് പറ്റിയ കാര്യമല്ല. കാര്യം UDF മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, ആ ഭരണപക്ഷത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയം വിലയിരുത്തലുണ്ട്. എന്ന് പറയുമ്പോൾ ദാമോദർ, ഇന്നലെ ഇവർ അവകാശപ്പെട്ട ഒരു മേൽക്കൈ എന്ന് പറയുന്നത് ഇന്ന് സതീശൻ കൊണ്ടുപോയി ഉടച്ചു എന്നാണോ? അല്ല, സതീശൻ കൊണ്ട് മേൽക്കൈ ഇപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ട സംരക്ഷണം അത്ര ഈ പറയുന്ന ഒരു മേൽക്കൈ അവരവകാശപ്പെടുന്ന മേൽക്കൈ, അല്ലെങ്കിൽ അവർ മാതൃകയോടുകൂടി ആരും ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നതിന്റെ മഹിമ ആ കുടം കൊണ്ടുപോയി ഉടയ്ക്കുന്നതിന് തുല്യമായി അല്ല, അത്രമൊരു അതിലേക്കൊന്നും പ്രത്യേകമായിട്ട്. പക്ഷേ ഇത് മുന്നോട്ട് കൊണ്ടുവരുന്ന ഇന്നൊരു പക്ഷേ ഒരു എന്താ പറയുക ഒരു പ്രതികരണമായിട്ട് കാണാം. പക്ഷേ ഇത് അതേ രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുപോയി സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു മേൽക്കൈയോ എന്നേലും മേൽക്കൈ ഉണ്ടോ എനിക്കറിയില്ല. പക്ഷേ വളരെ അതൊരു ഒരു ഗുണകരമായ രീതിയിൽ കോൺഗ്രസിന് ഭവിക്കുന്ന എനിക്ക് തോന്നില്ല. കാരണം ശരി ഈ നിതിൻ ഇവിടെ പറയുകയുണ്ടായി, പൊട്ടിക്കെ നേരത്തെയും പ്രതിപക്ഷ നേതാവ് ഇങ്ങനത്തെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. ഏറ്റവും ഒടുവിൽ ഇതേ ഒരു വാചകം സതീശൻ ഉപയോഗിച്ച സന്ദർഭം എന്ന് പറയുന്നത് ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദമായിരുന്നു. അതൊരു കോൺക്ലേവ് തിരുവനന്തപുരത്ത് നടക്കുന്ന ഘട്ടത്തിൽ
ആരൊക്കെയാണ് അവിടെ കൂടിക്കാഴ്ച നടത്തിയത് എന്ന കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ സതീശൻ പറയുകയുണ്ടായി. മുഖ്യമന്ത്രിയിലേക്ക് സൂചന നൽകിക്കൊണ്ട് ഒരു ഞെട്ടിക്കുന്ന കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്ന്. പക്ഷേ ഒരു ഞെട്ടലും ഉണ്ടാകാതെ അത് പൊട്ടിപ്പാളീസാവുന്നതാണ് നാം കണ്ടതും. അതിൻ്റെ ആവർത്തനമാകുമോ അതല്ല ശരിക്കും പൊട്ടുമോ എന്ന ചോദ്യം ഇപ്പോഴും അതുകൊണ്ട് ബാക്കി നിൽക്കുന്നു. സതീശനെ പറ്റിയുള്ള സംശയവും തുല്യശക്തിയോടെ തന്നെ ബാക്കി. പ്രതിപക്ഷം പ്രത്യാക്രമണത്തിനോ എന്ന സ്പെഷ്യൽ എഡിഷൻ ചർച്ച തുടരുകയാണ്. ശ്രീ നിതിൻ കണിച്ചേരി, ഇവിടെ സതീശൻ ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നു. പക്ഷേ അങ്ങ് തന്നെ ആവർത്തിച്ചതുപോലെ പാർട്ടിയിലെ മറ്റ് നേതാക്കന്മാരും ഇത് ഏറ്റെടുക്കുന്നുമില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ ഫലം കണ്ടു എന്ന് കരുതാമോ? കാരണം നിങ്ങൾ കൃത്യമായി ഷാഫിയെയും സതീശനെയും കേന്ദ്രീകരിച്ച് തന്നെയാണ് പോകുന്നത്. രാഹുൽ നിങ്ങൾക്ക് അവരെ അടിക്കാൻ കിട്ടിയ ഏറ്റവും ഒടുവിലത്തെ ആയുധം. അതിൽ തന്നെ ഇപ്പോൾ ഷാഫിയും വി ഡി സതീശനും ഒരേ തൂവൽ പക്ഷികളല്ല. ഇപ്പോൾ ഏറ്റവും പുതിയ തീരുമാനം ഇവർ ഏറ്റവും മാതൃകാപരമെന്നൊക്കെ ആ ആർജവത്തോടെ പുറമേ പറയുന്നുണ്ട് എങ്കിലും രാഹുലിൻ്റെ MLA സ്ഥാനം തന്നെ രാജിവെപ്പിക്കണമെന്ന നിലപാടായിരുന്നു സതീശന്. ഷാഫി അടക്കമുള്ളവർ എതിർ നിലപാടായിരുന്നു. ഇന്നിപ്പോൾ ഒരു ഇംഗ്ലീഷ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ സണ്ണി ജോസഫ്, അതുപോലെ തന്നെ അനിൽകുമാർ, അതുപോലെ ഷാഫി, ഇങ്ങനെയൊരു കുറുമുന്നണി ഉണ്ടാകുന്നു. PC വിഷ്ണു ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുന്നു. അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്നലെ സണ്ണി ജോസഫ് ഈ കാര്യങ്ങൾ എഴുതി വായിച്ച് പറയുമ്പോൾ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഞങ്ങൾ സമചിത്തതയോടെ എടുത്ത തീരുമാനമെന്ന്. പാർട്ടിക്കകത്ത് അതിവൈകാരികതയോടെ ഈ വിഷയത്തിൽ ഇടപെട്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ സതീശൻ ഉത്തരവാദിത്തമുണ്ട് എന്ന ഒരു വിമർശനമുണ്ട്. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ഒരിക്കലും ഇത്തരം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ വരാത്ത ഒരു പ്രയോഗം ഈ സണ്ണി ജോസഫിൻ്റെ വാക്കുകളിൽ വന്നത്. അദ്ദേഹം 2 തവണ പറയുകയും ചെയ്തു. അതുകൊണ്ട് യാദൃച്ഛികമല്ല, സമചിത്തതയോടെ ഞങ്ങളൊരു നിലപാടെടുത്തുവെന്ന്. അപ്പോൾ സമചിത്തത നഷ്ടപ്പെട്ടത് ആർക്ക്? അയാൾക്കെതിരെ എങ്ങനെയാണ് മറ്റാലോചനകൾ ആ പാർട്ടിയിൽ വരുന്നത്? അങ്ങനെ അകത്തും പുറത്തും ഒറ്റപ്പെടുമ്പോൾ ഇതാ ഒരു ബോംബ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ശ്രദ്ധാകേന്ദ്രം തന്നിലേക്ക് ആക്കാനുള്ള ഒരു ദുർബല നീക്കം, അതാണോ സതീശൻ ഇന്ന് നടത്തിയിരിക്കുന്നത്? നോക്കൂ ശ്രീ വേണു, ഇത് ഒരു രാഷ്ട്രീയ ആരോപണത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നിലപാടെടുത്തതിൻ്റെ ഭാഗമായി കേരളത്തിനകത്ത് ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട്, ഒരു രാഷ്ട്രീയ പ്രശ്നം എന്നുള്ളത് ഞാൻ പറയുന്ന ആ അർത്ഥത്തിൽ കാണുന്നത് രാഷ്ട്രീയ പ്രശ്നമായിട്ട് വന്നതല്ല. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളാവുന്നവർ രാഷ്ട്രീയ പ്രവർത്തനം ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്ന, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ചെയ്യാൻ പാടുന്ന കാര്യങ്ങളല്ലല്ലോ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ചയായി വന്നത്. അങ്ങനെയുള്ള ഒരാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടല്ലേ ഇപ്പോഴും കോൺഗ്രസ് എടുക്കുന്നത്? അതല്ലേ പൊതുസമൂഹം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് കോൺഗ്രസ് ഇങ്ങനെ വഴിവിട്ട് സംരക്ഷിക്കാൻ തയ്യാറാകുന്നത്? അപ്പോൾ ആ വഴിവിട്ട് സംരക്ഷിക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വം വി ഡി സതീശനായാലും ഷാഫി പറമ്പിലായാലും സണ്ണി ജോസഫ് ആയാലും താങ്കൾ ഈ പേര് പറഞ്ഞ ആരായാലും തയ്യാറാകുന്നതിൻ്റെ കാരണം എന്താ? നിങ്ങൾക്ക് എന്തൊക്കെയോ മറച്ചു വയ്ക്കാനുണ്ട് അല്ലെങ്കിൽ ഭയപ്പെടാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്രയും ഗൗരവപ്പെട്ട ഒരു രാഷ്ട്രീയ പക്ഷേ ചോദ്യം ഇതാണ്, നിങ്ങൾ പറയുന്നത് MLA സ്ഥാനത്ത് നിന്ന് അയാളെ പുറത്താക്കണം എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഉടനെ ഉപതെരഞ്ഞെടുപ്പ് വരും. ഉപതെരഞ്ഞെടുപ്പാണ് വരുന്നതെങ്കിൽ അത് ആർക്ക് മേൽക്കൈ ഉണ്ടാക്കും? അവിടെ BJP ജയിക്കുന്ന ഒരർത്ഥത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. കാരണം എന്താണ്, ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? സ്റ്റാറ്റസ് കോ ആണ് ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം. അത് ആദ്യം പൊളിഞ്ഞത്, ഒറ്റ സെക്കൻഡ് നീട്ടുന്നില്ല, അത് പൊളിഞ്ഞത് അങ്ങനെ ഒരു അവകാശവാദം കോൺഗ്രസിന് ഉന്നയിക്കാൻ കഴിഞ്ഞത് നിലമ്പൂർ അവർ പിടിച്ചതോടെയാണ്. പാലക്കാട് അവരുടെ സിറ്റിംഗ് സീറ്റാണ്. അത് നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിലും BJPക്ക് കിട്ടിയാൽ കോൺഗ്രസിൻ്റെ ആ നറേറ്റീവ് പൊളിയും. ആ നറേറ്റീവ് പൊളിഞ്ഞാൽ 2026 3.0 എന്ന് പറയുന്ന നിങ്ങളുടെ രാഷ്ട്രീയ നീക്കത്തിന് ആവേഗം കൂട്ടാം. അതല്ലേ നിങ്ങളുടെ കണ്ണ്? നോക്കൂ, ഉപതെരഞ്ഞെടുപ്പ് വരുമോ ഇല്ലയോ, ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ആര് ജയിക്കും എന്നുള്ളതൊന്നും ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അങ്ങനെയാണോ കോൺഗ്രസ് നിലപാടെടുത്തിട്ടുള്ളത്? നിങ്ങൾ നോക്കൂ, രാജ്യസഭയിൽ ഉണ്ടായിരുന്ന KC വേണുഗോപാലിനെ അത് BJPക്ക് കിട്ടും എന്ന് ഉറപ്പുണ്ടായിട്ടും ആലപ്പുഴയിൽ മത്സരിപ്പിച്ചില്ലവരില്ലേ കോൺഗ്രസ്സുകാർ? ഷാഫി പറമ്പിൽ ഇങ്ങനെ വളരെ ചെറിയ ഒരു മാർജിനിൽ ജയിച്ച മണ്ഡലത്തിൽ BJP ജയിക്കാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞ് ആ ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് സ്ഥാനാർത്ഥിയാക്കിയ പാർട്ടിയല്ലേ കോൺഗ്രസ്? കോൺഗ്രസിനെ സംബന്ധിച്ച് പാലക്കാട് കംഫർട്ടബിൾ ആക്കാനാണ് കഴിഞ്ഞിട്ടുള്ളത്. രാജസ്ഥാന്റെ വിമർശനം ശരി, പക്ഷേ ഒരു സെക്കൻഡ് നിതിൻ, ഒക്ടോബറിലാണ് എങ്കിൽ, ഒക്ടോബറിൽ രാഹുലിനെ കൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിക്കാനുള്ള തീരുമാനമാണെങ്കിൽ കഥ മാറി.
പിന്നെ അവിടെ ഉപതെരഞ്ഞെടുപ്പില്ല, BJPക്ക് സാധ്യതയില്ല. നോക്കൂ, അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെയാണോ ഒരു വിഷയത്തെ കാണുന്നത്? ഒരു വളരെ ഗൗരവപ്പെട്ട ഒരു നിലയിലും രാഷ്ട്രീയമായ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിങ്ങൾ നോക്കൂ, ഒരു MLA ഒന്നും ആവുന്നത് പോട്ടെ, ഒരു സാധാരണ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളായിരിക്കാൻ യോഗ്യതയില്ലാത്ത ആളായി കോൺഗ്രസിൻ്റെ നേതാവ് മാറിയില്ലേ? സ്ത്രീകൾക്ക് ധൈര്യത്തോടു കൂടി വിളിക്കാൻ കഴിയാത്ത, അശ്ലീല മെസ്സേജുകൾ അയക്കുന്ന, ഗൂഗിൾ പേയിൽ പോലും പേര് ചോദിച്ച് മെസ്സേജ് അയക്കുന്ന ആളായി മാറിയെന്ന് നമ്മുടെ നാട്ടിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയാളെ സംരക്ഷിക്കാൻ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സമചിത്തതയോടുകൂടിയല്ല, കോൺഗ്രസിന്റെ നേതൃത്വത്തിന് പലതും ഭയപ്പെടാനുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇവിടെ പാലക്കാട് കോൺഗ്രസിനെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് മുതലുള്ള കാര്യങ്ങൾ, പിന്നെ VD സതീശൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഓരോരുത്തർ അവരവരുടെ നിലവാരമാണല്ലോ രാഷ്ട്രീയത്തിലായാലും എവിടെയായാലും കാണിക്കുക. രാഹുലിന്റെ നിലവാരം കാണിച്ചു, ഷാഫിയുടെ നിലവാരം കാണിക്കും, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹത്തിന്റെ നിലവാരം കാണിക്കും. കേരളീയ സമൂഹം ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോകണോ എന്നുള്ളതാണ് ചോദ്യം. കേരളത്തിനകത്ത് ഈ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരനായ പൗരൻ ഇങ്ങനെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തെ അല്ല ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വമായി IUML ആസ്ഥാന മന്ദിരം അല്ലെ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. അവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്താണ്? KC വേണുഗോപാലിന് ഒരു അവാർഡ് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് UDF-നെ തിരികെ കൊണ്ടുവരാൻ KC വേണുഗോപാൽ ഇറങ്ങണം എന്ന്. കേരളത്തിലേക്കുള്ള ക്ഷണമാണ്. അങ്ങ് പറഞ്ഞോളൂ. അങ്ങ് പറയുന്ന പോലെ ഇപ്പോഴത്തെ നേതാക്കന്മാരും കൊള്ളില്ല എന്ന് ലീഗ് പറയുന്നതിന് തുല്യം. അങ്ങ് പറഞ്ഞോളൂ. അല്ല, അവിടെ ലീഗുകാരും ഈ നാട്ടിലെ മതനിരപേക്ഷവാദികളായിട്ടുള്ള മനുഷ്യരൊക്കെ കാണേണ്ട മറ്റൊരു കാര്യമുണ്ട്. കുഞ്ഞാലിക്കുട്ടി അവിടെ പ്രസംഗിക്കുമ്പോൾ ഇപ്പൊ വരും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് വന്നിട്ടില്ല അല്ല, താങ്കൾ പറഞ്ഞത് കൊണ്ട് ഞാൻ സാന്ദർഭികവശാൽ സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ശ്രീകുമാർ മനയിലേക്ക് ഞാൻ നടത്തുകയാണ്. ശരി, ശ്രീകുമാർ മനയിൽ, ഇവിടെ ഇന്ന് എന്താണ് നാം കാണുന്നത്? ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നത്, അതും കന്റോൺമെന്റ് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിൽ കഴിഞ്ഞ ദിവസം SFI പിള്ളേർ വന്ന് പോസ്റ്റർ ഒട്ടിച്ചു സതീശനെതിരെ, അല്ലേ? അപ്പോൾ എന്താ സതീശൻ ചെയ്ത രണ്ട് കാര്യങ്ങൾ? ഒന്ന്, DGPക്ക് പരാതി കൊടുക്കുന്നു സതീശൻ്റെ ഓഫീസ്, അവിടെ തുടർച്ചയായി സുരക്ഷാ വീഴ്ച സംഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ? യൂത്ത് കോൺഗ്രസിലെ കുറച്ച് പിള്ളേരെ ഈ ക്ലിഫ് ഹൗസിലേക്ക് പറഞ്ഞു വിടുന്നു, അത് ദൂരെ വെച്ച് തന്നെ തടയുന്നു, പോസ്റ്റർ ഒട്ടിച്ച് അവർ തിരിച്ചു പോരുന്നു. എത്ര ദുർബലമായൊരു പ്രതിഷേധമാണ് ഇന്ന് അവിടെ കണ്ടത്. യൂത്ത് കോൺഗ്രസ് ഈ പറയുന്ന VD സതീശൻ്റെ മുൻനിരയായിരുന്നു, ആക്രമണ മുനയായിരുന്നു, തീപ്പൊരി പ്രാസംഗികരുണ്ടായിരുന്നവരാണ്, തീപ്പൊരി ഉണ്ടായിരുന്നവരാണ്. ഇപ്പോൾ ആരെയും കാണാനില്ല. രാഹുലിന് ഇങ്ങനൊരു പതനം സംഭവിച്ചു, പക്ഷേ അബിൻ വർക്കി ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കളുണ്ടല്ലോ, ആരും സതീശന് വേണ്ടി ഇറങ്ങുന്നില്ല. ഏതോ കുറച്ച് ആളുകളെ അവിടെ കൊണ്ടുപോയി ഒരു ഷോ കാണിച്ച് അവിടെ നിന്ന് ആ പ്രതിഷേധം അവസാനിപ്പിച്ചങ്ങ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ സതീശൻ സമചിത്തതയില്ലാതെയാണോ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ CPM മാത്രമല്ല, സ്വന്തം പാളയത്തിനകത്തും തനിക്കെതിരെ നീക്കം നടത്തുന്നു എന്ന ആശങ്കയിലാണോ അദ്ദേഹം? വേണു, അത് ഒന്നാമത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷനില്ല. ആർക്കാണ് ചുമതല കൊടുത്തേക്കുന്നത് പോലും ആർക്കും അറിയില്ല. ഒരു പരിപാടിക്ക് വേണ്ടി ഇറങ്ങുക അല്ല, എനിക്ക് തോന്നുന്നത് ചാർജ് കൈമാറിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. പുതിയ സംസ്ഥാന പ്രസിഡന്റ് ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ ചാർജ് വഹിക്കുന്നതാണ്. എങ്കിൽ തന്നെ തീരുമാനം എടുക്കുന്ന ആരാണ്? വൈസ് പ്രസിഡന്റ്. കുറച്ച് പ്രവർത്തകരെ കൊണ്ടുപോകാൻ പറ്റിയില്ലേ? കുറച്ച് പ്രവർത്തകരെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഈ നേതാക്കന്മാർക്ക് അല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ കണ്ടോൺമെന്റ് ഹൗസിലെ സുരക്ഷാ വീഴ്ച എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. കാരണം വെച്ചാൽ പോലും അവിടെ നിൽക്കുന്ന പോലീസ് എന്ന് പറയുന്നത് CPM ഭരണകക്ഷിയുടെ അനുഭവം പുറത്തുന്ന പോലീസാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായേക്കാം. കാരണം ഒരു ഗേറ്റ് കടന്ന് പെട്ടെന്ന് അകത്തേക്ക് കടക്കാൻ പറ്റുന്ന സ്ഥലമാണത്. പിന്നെ മാത്രമല്ല അതിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ 2 മന്ത്രിമാരുടെ വീടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോലീസ് അവിടെ ശ്രദ്ധിക്കാതിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ കൂടുതൽ പോലീസിനെ അവിടെ വിന്യസിക്കേണ്ടതായിരുന്നു. അത് യാഥാർത്ഥ്യമാണ്. കാരണം കണ്ടോൺമെന്റ് ഹൗസിൻ്റെ ആ ഒരു സ്വഭാവം അങ്ങനെയാണ്. കാരണം അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാകുന്നു, അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നു സതീശൻ. പക്ഷെ എത്ര കുട്ടികളെ ഇറക്കി, എന്ത് പ്രതികരണം ഉണ്ടാക്കാൻ കഴിഞ്ഞു? അപ്പൊ യൂത്ത് കോൺഗ്രസും ഇല്ല, ഈ മുന്നണി മുന്നണി നിരയെന്ന് പോർനിരയെന്ന് പറയുന്നതിന്റെ ആത്മവീര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. വേണു, അത് യഥാർത്ഥത്തിൽ ഇറങ്ങാൻ ആരും ഇല്ല എന്നുള്ളത് സത്യമാണ്.
നമ്മളത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഈ അവസ്ഥയിൽ കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ ആരും ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വേണു പറഞ്ഞത് ശരി തന്നെയാണ്. എങ്ങനെ പ്രതിരോധിക്കാൻ ഇറങ്ങും? എങ്ങനെ, ആർക്ക് വേണ്ടി, എന്തിനുകൊണ്ട്, എങ്ങനെ പ്രതിരോധിക്കാൻ ഇറങ്ങും എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ഇപ്പോഴും ഈ KPCC പുനഃസംഘടന നടക്കാത്ത കൊണ്ട് ദുർബലമായിരിക്കുകയാണ്. 8 DCC പ്രസിഡന്റുമാരെ മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ മാസങ്ങളായി ഇതുവരെ പുനഃസംഘടന നടന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഈ സംഘടനാ സംവിധാനം ഇപ്പോഴും ഒരു ദുർബലമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അപ്പോൾ പിന്നെ ഈ കുനുമൽ കുരു അല്ലെങ്കിൽ പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും പ്രതിരോധിക്കാനോ പ്രവർത്തിക്കാനോ ഇറങ്ങുന്ന അവസ്ഥ ഉണ്ടാവില്ല ഇപ്പോൾ. പിന്നെ നിതിൻ കണിശ്ശേരി പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്. കാരണം ഒരു മറുപടി പറയട്ടെ. KC വേണുഗോപാൽ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ കാലാവധി തീരാൻ 1 വർഷം, ഏതാണ്ട് 1.5 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. അവിടെ അദ്ദേഹം രാജ്യസഭാ കാലാവധി പൂർത്തിയാക്കിയാലും ആ സീറ്റ് BJPക്ക് തന്നെ കിട്ടും. കാരണം BJPക്കാണ് അവിടെ നിയമസഭയിൽ ഭൂരിപക്ഷം. അതുകൊണ്ടാണ് അദ്ദേഹം ആലപ്പുഴ മത്സരിക്കാൻ വന്നത്. അല്ലാണ്ട് ആ സീറ്റ് BJP കൊടുത്തതല്ല. ചോദ്യമുണ്ട്. അപ്പോൾ നിതിൻ ഇത്തരം ചർച്ചകളിൽ മുമ്പ് പറഞ്ഞ കാര്യമുണ്ട്. അഭിഷേക് മനു സിംഗ്വി എങ്ങനെ തോറ്റു? നിങ്ങൾക്ക് ഉറപ്പുള്ള സ്ഥലത്ത് നിന്ന് അഭിഷേക് മനു സിംഗ്വിയെ ആര് തോൽപ്പിച്ചു? ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള ബാക്കി നിൽക്കുന്ന ചോദ്യങ്ങളാണ്. നിങ്ങളുടെ ഞാൻ ഉദ്ദേശിച്ചത് ശ്രീകുമാർ മരേലിൻ്റെ അല്ല കേട്ടോ സാർ, കോൺഗ്രസിൻ്റെ. അവസാനമായി സമയം കഴിഞ്ഞു, എന്നാലും ഞാൻ വേഗം അവസാനിപ്പിക്കാനായിട്ട് ദാമോദർ, ഇന്നത്തെ നീക്കത്തിലൂടെ പ്രതിരോധത്തിലായിരിക്കുന്ന കോൺഗ്രസിന് അടുത്ത ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് സതീശിന് കരുതാൻ കഴിയുമോ? അല്ല, വീണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയം മാത്രമല്ല, ഇപ്പോൾ ബീഹാറിലൊക്കെ രാഹുൽ ഗാന്ധി നേതൃത്വം വലിയ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങളാണ് കേരളത്തിലും ഇന്ത്യയിലൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വരാൻ പോകണം. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം കൊണ്ട് കേരള രാഷ്ട്രീയം മാറണമെന്നില്ല. കാര്യം വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ഇനി മാസങ്ങളുണ്ട്. മറ്റേ നിയമസഭയിലേക്ക് ചോദ്യം ഇതാണ്, അങ്ങോട്ടേക്ക് എറിയുമെന്ന് പറഞ്ഞിരിക്കുന്ന ബോംബ് കയ്യിലിരുന്ന് സതീശന് പൊട്ടുമോ? അല്ല, ഞാൻ പറഞ്ഞത് അതിപ്പോൾ നാളത്തെ രാഷ്ട്രീയത്തെ സതീശൻ നിലപാടെടുക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് മാത്രം എല്ലാ സിറ്റുവേഷനും മാറുന്നുള്ള തെറ്റിദ്ധാരണയായിരിക്കും. കാര്യം മറ്റ് കാര്യങ്ങൾ ഇനി ഉരുതിരിഞ്ഞ് വരാനുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പ് നിർണായകമാണെന്ന് ഞാൻ വീണ്ടും ആവർത്തി പറയുന്നത്. അത് വല്ലാതെ രീതിയിൽ കേരളത്തെയും എല്ലാ സംസ്ഥാനങ്ങളെയും സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ രാഹുൽ ഗാന്ധി നിർണായക പങ്കുവഹിച്ചതിൻ്റെ കാര്യം, നമുക്ക് രാഹുൽ ഗാന്ധി കേരളത്തിൽ കാലത്ത് MP ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ പല ഘടകങ്ങളും നമ്മളെ സ്വാധീനിക്കേണ്ട. അപ്പോൾ സതീശൻ ഇന്നൊരു പ്രസ്ഥാനഗതി പറഞ്ഞില്ല, അതൊരു പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രസ്ഥാനം. പക്ഷേ അതുകൊണ്ട് മാത്രം കേരള രാഷ്ട്രീയത്തെ ഇതായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനായി ഉണ്ടായപ്പെട്ട ഗുരുതരമായ ക്രിമിനൽ ആരോപണമായിരിക്കും എല്ലാ കാലത്തേക്കുള്ള രാഷ്ട്രീയം നിർണ്ണയിക്കാൻ പോകുന്നുള്ളത് തെറ്റിദ്ധാരണയായിരിക്കും. അത് പക്ഷേ അതൊന്നും ആയിരിക്കണം എന്നില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ പുറത്താണ് ഇനി എല്ലാ രാഷ്ട്രീയം ബിൽഡപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ധാരണയിൽ ആണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് വലിയ ഗുണമില്ല. ചില മാധ്യമങ്ങൾക്ക് ചിലപ്പോൾ ആ താല്പര്യം ഉണ്ടായിരിക്കും, അതുപോലെ CPM ചിലപ്പോൾ ഒരു ആ താല്പര്യം മുന്നോട്ടുണ്ട്. പക്ഷേ അതായിരിക്കില്ല നിർണ്ണയിക്കാൻ പോകുന്ന മറ്റു പല ഘടകങ്ങൾ. രണ്ടാമത്തെ കാര്യം, UDF എന്നുള്ള MR അജിത്കുമാറുമായി ബന്ധപ്പെട്ട ക്ലിയർ ഇഷ്യൂ ഉണ്ടല്ലോ, എന്തുകൊണ്ട് റേസ് ചെയ്യുന്നതിന് എനിക്ക് അത്ഭുതം തോന്നുന്നു. കാര്യം CPI വിയോജിപ്പ് രേഖപ്പെടുത്തിയ തൃശ്ശൂർ പൂരം കലക്കലായി ബന്ധപ്പെട്ട് CPI അവിടുത്തെ പരാജയപ്പെട്ട സുനിൽകുമാർ രേഖപ്പെടുത്തിയ വിഷയം എന്താണ് അതൊന്നും റേസ് ചെയ്യാത്തത്? അപ്പോൾ രാഷ്ട്രീയമായ വിഷയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ഗൗരവമായിട്ടുള്ള കേരള സമൂഹത്തെ ബാധിക്കുന്ന, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഫാബ്രിക്കിനെ, സോഷ്യൽ ഫാബ്രിക്കിനെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ വിഷയങ്ങൾ അവിടെ ഉണ്ട്. അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. ഗൗരവതരമായ ചോദ്യങ്ങൾ ഹൈക്കോടതി ചോദിക്കുകയും ചെയ്ത ഒരു ദിവസവും കൂടിയാണ്. എന്തായാലും ഇതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് മുൻപ് കേരളം ഞെട്ടുമെന്ന് പറഞ്ഞ ആ കാര്യം അത് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന് തന്നെ പൊട്ടുന്നതാണ് കണ്ടത്. അതിന്റെ ആവർത്തനമാണോ സംഭവിക്കാൻ പോകുന്നത് എന്നറിയില്ല. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്പെഷ്യൽ എഡിഷനിൽ ഒരിടവേള കൂടി.